ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 31-ാമത്തെ അധ്യായം, അതിൽ 20-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതുവരെയുള്ള ആ ശ്ലോകങ്ങൾ നമുക്കത് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഏകത്രിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. തത ഉൽപ്പന്ന വിജ്ഞാന ആശ്വതോക്ഷജഭാഷിതം സ്മരന്താത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത്. ദീക്ഷിതാ ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസാ പ്രതീച്യാം ദിശി വേലായാം സിദ്ധോ ഭൂത് യത്ര ജാജലിഃ. താൻ നിർജിത പ്രാണമനോവചോദൃശോ ജിതാസനാൻ ശാന്തസമാനവിഗ്രഹാൻ പരേമലേ ബ്രഹ്മണി യോജിതാത്മനഃ സുരാസുരേഡ്യോ ദദൃശേ സ്മ നാരദ. തമാഗതം ത ഉത്ഥായ പ്രണിപത്യാഭിനന്ദ്യ ച പൂജയിത്വാ യഥാദേശം സുഖാസീനമഥാബ്രുവൻ. പ്രചേതസ ഊജുഃ സ്വാഗതം തേ സുരശ്രേദ്യ ദിഷ്ട്യാ നോ ദർശനം ഗതഃ തവ ചംക്രമണം ബ്രഹ്മന്നഭയായ യഥാരവേ. യദാദിഷ്ടം ഭഗവതാ ശിവേനാഥോക്ഷജേന ച തദ്ഗൃഹേഷു പ്രസക്താനാം പ്രായശക്ഷപിതം പ്രഭോ. തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം ദത്വാർത്ഥദർശനം യേനാഞ്ജസാ തരിഷ്യാമോ ദുസ്തരം ഭവസാഗരം. മൈത്രേയ ഉവാച. ഇതി പ്രചേതസാം പൃഷ്ടോ ഭഗവാൻ നാരദോ മുനി ഭഗവത്യുത്തമശ്ലോക ആവിഷ്ടാത്മാ ബ്രവീൻ നൃപാൻ. നാരദ ഉവാച. തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വരഃ. കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ലസാവിത്രയാത്മികൈഃ കർമ്മഭിർവാത്രൈഃ പ്രോക്തൈഃ പുംസോऽപി വിബുധായുഷ. ശ്രുതേന തപസാ വാ കിം വചോഭിശ്ചിത്തവൃത്തിഭിഃ ബുദ്ധ്യാ വാ കിം നിപുണയാ ബലേനേന്ദ്രിയരാധസാ. കിം വാ യോഗേന സാംഖ്യേന ന്യാസ സ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിരന്യൈശ്ച നയത്രാത്മപ്രദോ ഹരിഃ. ശ്രേയസാമപി സർവേഷാം ആത്മാഹ്യവധിരർത്ഥതഃ സർവേഷാമപി ഭൂതാനാം ഹരിരാത്മാത്മദപ്രിയഃ. യഥാ തരോർമൂലനിഷേചനേന തൃപ്യന്തി തൽസ്കന്ധഭുജോപശാഖാഃ പ്രാണോപഹാരാച്ചേതേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. യഥൈവ സൂര്യാത് പ്രഭവന്തി വാര പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹഃ. ഏതത്പദം തജ്ജഗദാത്മനഃ പരം സകൃദ്വിഭാതം സവിദുര്യഥാ പ്രഭാ. യഥാ സവോ ജാഗൃതി സുപ്തശക്തയോ ദ്രവ്യക്രിയാജ്ഞാനഭിദാഭ്രമാത്യയഃ. യഥാ നഭസ്യഭ്രതമപ്രകാശ ഭവന്തി ഭൂപാ ന ഭവന്ത്യനുക്രമാത്. ഏവം പരേ ബ്രഹ്മണി ശക്തയസ്ത്വമൂരജസ്തമഃ സത്വമിതി പ്രവാഹഃ. തേനൈകമാത്മാനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസാധ്വസ്തഗുണപ്രവാഹമാത്മൈകഭാവേന ഭജധ്വമദ്ധാ. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേന കേന വാ സർവേന്ദ്രിയോപശാന്ത്യാ വാ തുഷ്യത്യാശു ജനാർദ്ദനഃ. അപഹത സകലൈഷണാമലാത്മന്യ അവിരതമേധിതഭാവനോപഹൂത നിജജനവശഗത്വമാത്മനോയൻ ന സരതി ഛിദ്രവദക്ഷര സതാം ഹി. അപഹത സകലൈഷണാമലാത്മന്യവിരതമേധിതഭാവനോപഹൂത നിജജനവശഗത്വമാത്മനോയൻ ന സരതി ഛിദ്രവദക്ഷര സതാം ഹി. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ളത്. ന ഭജതി കുമനീഷിണാം സയിജ്യാം ഹരിരധനാത്മധനപ്രിയോരസജ്ഞ ശ്രുതധനകുലധർമ്മണാം മദേര്യേ വിദധതി പാപമകിഞ്ചനേഷു സൽസു. ന ഭജതി കുമനീഷിണാം സയിജ്യാ ഹരിരഥനാത്മധനപ്രിയോരസജ്ഞ ശ്രുതധനകുലധർമ്മണാം മദൈര്യേ വിദധതി പാപമകിഞ്ചനേഷു സൽസു.
അപ്പോൾ ഈ പ്രപഞ്ചം ആ ഈശ്വരനിൽ നിന്നും ഭിന്നമല്ല. എപ്രകാരം എന്ന് വെച്ചാൽ ആ പ്രകാശം ആദിത്യനിൽ നിന്നും വ്യത്യസ്തമല്ല. അതുപോലെ എന്നാൽ ആ വ്യത്യസ്തം എന്ന് തോന്നാൻ കാരണം എന്താണെന്ന് പറയുന്നു. ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ കാര്യക്ഷമങ്ങളാണ്. സുഷുപ്തി അവസ്ഥയിൽ അവയുടെ ശക്തി ലീനമായി കിടക്കുന്നു. ഭഗവാൻ ദ്രവ്യം, ക്രിയ, ജ്ഞാനം എന്നീ 3 വിധം അഹങ്കാരങ്ങളുടെ അധിപനാണ്. ഈ അഹങ്കാരങ്ങളെ പ്രകാശിപ്പിക്കുമ്പോൾ സൃഷ്ടി അവയെ തന്നിലേക്ക് ലയിപ്പിക്കുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ ഭംഗം ഇത്രയേ ഉള്ളൂ. ആദിത്യൻ രശ്മികളെ വമിച്ച് ആ പ്രകാശിപ്പിക്കുന്നത് പോലെ ഈശ്വരൻ സ്വശക്തികളെ പ്രപഞ്ചരൂപത്തിൽ വിക്ഷേപിക്കുകയാണ്. തമ്മിൽ ഭേദമില്ല എന്നർത്ഥം. അല്ലയോ പ്രചേതസ്സുകളെ, ആകാശത്തിൽ മേഘങ്ങൾ പ്രകാശത്തിന് വിഘ്നം വരുത്തുന്നത് പോലെ ത്രിഗുണങ്ങൾ ഈശ്വര പ്രകാശത്തിന് മങ്ങലേൽപ്പിക്കുന്നു. മങ്ങൽ ആ കാഴ്ചയ്ക്കാണ്, ഈശ്വരനല്ല. മേഘം സൂര്യൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നില്ല. നമ്മുടെ കാഴ്ച മറയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പരബ്രഹ്മത്തിൽ രജസ്, തമസ്, സത്വം എന്നീ ഗുണങ്ങൾ വ്യാപരിച്ചിരിക്കുമ്പോഴാണ് സൃഷ്ടിയാദി കർമ്മങ്ങൾ ഉടലെടുക്കുന്നത്. ഈ കാരണത്താൽ എല്ലാ ശരീരികളുടെയും ആത്മാവായും പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണമായും നിമിത്ത കാരണമായും വർത്തിക്കുന്നവനും എല്ലാറ്റിനും ഈശ്വരനും പരമപുരുഷനും തൻ്റെ തേജസ് കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഗുണങ്ങളോട് കൂടിയവനും ആയവനെ താനും ആ ഭഗവാനും തമ്മിൽ ഭേദമില്ലെന്ന് ആത്മീക ഭാവത്തിൽ ഉപാസിച്ചാലും സർവ്വജീവജാലങ്ങളോടും ദയ കാണിക്കണം. ന്യായമായ മാർഗത്തിലൂടെ എന്തു കിട്ടുന്നുവോ അതുകൊണ്ട് തൃപ്തിപ്പെടണം. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. ഇത്രയുമായാൽ ആ മഹാവിഷ്ണു പെട്ടെന്ന് തന്നെ പ്രസാദിക്കും. എല്ലാ വിധത്തിലും ഉള്ള ആ കാമങ്ങളെയും ഏഷണാത്രയത്തെയും ത്യജിക്കുക. അങ്ങനെ മനസ്സിന് നൈർമല്യം സമ്പാദിച്ച് അനുദിനം വർദ്ധിപ്പിക്കപ്പെട്ട ആ ഭക്തിയോടെ സാക്ഷാത്കരിക്കപ്പെട്ടാൽ താൻ ഭക്തദാസനാണെന്ന ഭാവം കൊണ്ട് ഈശ്വരൻ ഒരിക്കലും അവിടം വിട്ടുപോവുകയില്ല. ഹൃദയാകാശം ഹൃദയത്തെ ഉപേക്ഷിക്കാത്തതുപോലെയാണ് ഇത്. ഇതാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അത് പറഞ്ഞിട്ടാണ് പറയുന്നത്. ന ഭജതി കുമനീഷിണാം സൈജ്യം ഹരിരധനാത്മധന പ്രിയോരസജ്ഞ ശ്രുതധനകുലധർമ്മണാം മദൈര്യേ വിദധതി പാപമകിഞ്ചനേഷു സൽസു. നിർധനരായിട്ടും ആ ആത്മസ്വരൂപമായ താൻ മാത്രം ധനം എന്ന് കരുതുന്നവരും ആയവരിൽ പ്രിയമുള്ളവനും അതുപോലെ രസം അറിയുന്നവനും ആയിരിക്കുന്ന ആ ശ്രീഹരി ആരാണോ, വിദ്യാസമ്പത്ത്, കുലമഹിമ, കർമ്മം ഇത്യാദികളുടെ ആ അഹങ്കാരത്താൽ നിർധനരായിരിക്കുന്ന സജ്ജനങ്ങളിൽ ആ ഉപദ്രവം ഏൽപ്പിക്കുന്നത് ആ കുൽസിതരുടെ, അങ്ങനെയുള്ള ആ കുമനീഷികളുടെ, കുൽസിതരുടേതായിരിക്കുന്ന പൂജയെ ആ ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്ന്. അധനാത്മധനപ്രിയ, ആ നിർധനരായിട്ട് ആ ആത്മസ്വരൂപമായിരിക്കുന്ന ആ നിർധനരായിട്ട് ആത്മസ്വരൂപമായ താൻ മാത്രം ധനം എന്ന് കരുതുന്നവർ, ആത്മാവിനെ അറിയാത്തവരാണ് നിർധനരെന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ളവർ കരുതുന്നവരിൽ, അങ്ങനെയുള്ളവരിൽ പ്രിയമുള്ളവനും നിർധനരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ആത്മസ്വരൂപമായിരിക്കുന്ന താൻ തന്നെ ധനം എന്ന് കരുതുന്നു. അതാണ് അധനാത്മധനപ്രിയ. അങ്ങനെ കരുതുന്നവരുമായവരിൽ ആൾക്ക് പ്രിയമുണ്ട്, ആ ഭഗവാന് പ്രിയമുണ്ട്. രസജ്ഞ, രസം അറിയുന്നവരുമായിരിക്കുന്ന സഹ ഹരിഹി, ആ ശ്രീഹരി. യേ ആരാണോ, ആ ശ്രീഹരി ആരാണോ ശ്രുതധനകുലധർമ്മണാം, വിദ്യാസമ്പത്ത്, കുലമഹിമ, കർമ്മം ഇത്യാദികളുടെ അഹങ്കാരത്താൽ, മദൈഹി അഹങ്കാരത്താൽ നിർധനരായിരിക്കുന്ന ആ സജ്ജനങ്ങളിൽ ഉപദ്രവം ഏൽപ്പിക്കുന്ന അത്തരം സജ്ജനങ്ങളിൽ ആരാണോ ഇത്തരം അഹങ്കാരങ്ങളോട് കൂടിയിട്ടുള്ളവരായിട്ട് ആ ഉപദ്രവത്തെ ഏൽപ്പിക്കുന്നവർ, അവരെ, ആ കുൽസിതരുടെ പൂജയെ ന ഭജതി, ആ ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അധനാത്മധനപ്രിയ, ആ നിർധനരായിട്ടും ആത്മസ്വരൂപമായിരിക്കുന്ന താൻ മാത്രം ധനം എന്ന് കരുതുന്നവർ, ധനപ്രിയ, അധനാത്മാധനപ്രിയ എന്ന് പറയുന്നത് അങ്ങനെ ധനമെന്ന്, ആത്മാവാണ് തൻ്റെ ധനം എന്ന് മാത്രമാണ് ധനം എന്ന് കരുതുന്നവരിൽ പ്രിയമുള്ളവനാണ് ആര്, ആ ഭഗവാൻ മഹാവിഷ്ണു.
രസജ്ഞ ആ സർവരസങ്ങളും അറിയുന്നവനാണ് ആ ഭഗവാൻ. സഹ ഹരിഹി ആ ശ്രീഹരി യേ ആരാണോ ശ്രുതധന കുലധർമ്മണാം വിദ്യാസമ്പത്ത് കുലമഹിമ കർമ്മം ഇത്യാദികളുടെ മതൈഹി അഹങ്കാരത്താൽ അകിഞ്ചനേഷു ഈ നിർധനരായിരിക്കുന്ന സത്സു ഈ സജ്ജനങ്ങളിൽ പാപം ഉപദ്രവം വിദധതി ഏൽപ്പിക്കുന്നത് കുമനീഷിണാം അത്തരം കുൽസിതരുടെ ഇജ്യാം പൂജയെ ന ഭജതി ആ ഭഗവാൻ സ്വീകരിക്കുന്നില്ല. ഒന്നുകൂടി പറയാം. അതിലത്തെ അധനാത്മധനപ്രിയ നിർധനരായും ആത്മസ്വരൂപമായ താൻ മാത്രം ധനം എന്ന് കരുതുന്നവരും ആയവരിൽ പ്രിയമുള്ളവനും രസജ്ഞ രസജ്ഞനുമായിരിക്കുന്ന സഹ ഹരിഹി ആ ശ്രീഹരി യേ ആരാണോ ശ്രുതധന കുലധർമ്മണാം വിദ്യാസമ്പത്ത് കുലമഹിമ കർമ്മം ഇത്യാദികളുടെ മതൈഹി അഹങ്കാരത്താൽ അകിഞ്ചനേഷു നിർധനരായിരിക്കുന്ന സത്സു സജ്ജനങ്ങളിൽ പാപം ഉപദ്രവം വിദധതി ഏൽപ്പിക്കുന്നത് കുമനീഷിണാം ആ കുൽസിതരുടെ ഇജ്യാം പൂജയെ ന ഭജതി ആ ഭഗവാൻ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് അധനാത്മധനപ്രിയ രസജ്ഞ സഹ ഹരിഹി യേ ശ്രുതധനകുലധർമ്മണാം മതൈഹി അകിഞ്ചനേഷു സത്സു പാപം വിദധതി കുമനീഷിണാം ഇജ്യാം ന ഭജതി. ഒന്നും കൂടി പറയാം. അധനാത്മധനപ്രിയ രസജ്ഞ സഹ ഹരിഹി യേ ശ്രുതധനകുലധർമ്മണാം മതൈഹി അകിഞ്ചനേഷു സത്സു പാപം വിദധതി കുമനീഷിണാം ഇജ്യാം ന ഭജതി. അതായത് നിധനരായും ആത്മസ്വരൂപമായിരിക്കുന്ന താൻ മാത്രം ധനമെന്ന് കരുതുന്നവരും ആയവരിൽ പ്രിയമുള്ളവനും രസം അറിയുന്നവനുമായിരിക്കുന്ന ആ ശ്രീഹരി ആരാണോ ആ വിദ്യാസമ്പത്ത് കുലമഹിമ കർമ്മം ഇത്യാദികളുടെ അഹങ്കാരത്താൽ നിർധനരായിരിക്കുന്ന സജ്ജനങ്ങളിൽ ഉപദ്രവമേൽപ്പിക്കുന്നത് അങ്ങനെയുള്ള കുൽസിതരുടെ പൂജയെ സ്വീകരിക്കുന്നില്ല. ശ്രീഹരി വിഷ്ണു ഭഗവാൻ അധനന്മാർക്കും ആത്മാവാകുന്ന ധനത്തോടു കൂടിയവർക്കും പ്രിയനും അധനന്മാർക്കും പ്രിയനാണ്, ആത്മാവ് മാത്രം ധനമായിട്ടുള്ളവർക്കും പ്രിയനാണ്, ആ രസത്തെ ആസ്വദിക്കുന്നവനുമാണ്. അങ്ങനെ ശാസ്ത്രജ്ഞാനം ധനം വംശമാത്മ്യം കർമ്മം ഇത്യാദികളാൽ അഹങ്കരിച്ചവരും ദരിദ്രരായവരിൽ ദ്രോഹത്തെ ചെയ്യുന്നവരും ദരിദ്രരായ സജ്ജനങ്ങളിൽ ദ്രോഹത്തെ ചെയ്യുന്നവരുമായിരിക്കുന്ന അത്തരം കുൽസിത ബുദ്ധികളുടെ പൂജ ആ ഭഗവാൻ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, 21ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ യാതൊന്നിനാൽ ആ ഭഗവാൻ ആത്മാനന്ദ പരിപൂർണനാണോ? അതല്ല. അധ്യയനം ധനം സൽക്കുലം കർമ്മങ്ങൾ എന്നിവ കൊണ്ടുണ്ടാകുന്ന നാനാവിധം മതങ്ങളാൽ നിസ്പൃഹരായിരിക്കുന്ന ആ സജ്ജനങ്ങളിൽ ദ്രോഹം ചെയ്യുന്നവർ ചെയ്യുന്ന പൂജയെ ധനത്തിൽ അനാസക്തരും ഭഗവത് ധനന്മാരും ആയിരിക്കുന്ന ഭക്തന്മാരിൽ പ്രിയമുള്ളവനും ഭക്തിരസജ്ഞനുമായിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്വഭക്തന്മാർക്ക് അപ്പം ഇതിൻ്റെ മുമ്പത്തെ പറഞ്ഞു ലോകവാസന അർത്ഥപുത്രാദി ഭാവങ്ങളിലുള്ള താല്പര്യം മുതലായ ദോഷങ്ങളുടെ നിശേഷനാശം നിമിത്തം സുപ്രസന്നമായിരിക്കുന്ന ആ സജ്ജന അന്ധക്കരണത്തിൽ അവരുടെ നിരന്തര ഭക്തിഭാവം നിമിത്തം നിത്യവും സന്നിധാനം ചെയ്തിരിക്കുന്ന ശ്രീ ഭഗവാൻ സകല ഐശ്വര്യ പരിപൂർണൻ ഹൃദയാകാശം എങ്ങനെ ആ ഹൃദയത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്നുവോ അതുപോലെ ആ ഭക്തഹൃദയത്തെ തന്നെ ആശ്രയിച്ചിരിക്കും, ആ സ്ഥാനം വിട്ടുപോവുകയില്ല. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് താൻ ഭക്തജനങ്ങൾക്ക് അധീനനാണെന്ന് ആ ഭഗവാൻ ഭക്തന്മാരെ ധരിപ്പിക്കുന്നു. സ്വാത്മാവിനെ തന്നെ അവർക്കായിട്ട് ഈ വിധം നൽകുന്ന ആ ഭക്തവത്സലൻ പിന്നെ എന്തൊന്നിനെയാണ് നൽകാതിരിക്കുക? കിം ദുർലഭം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ. ഭഗവാൻ ശ്രീപതി പ്രസാദിച്ചു കഴിഞ്ഞാൽ അലഭ്യമായിട്ടുള്ള വസ്തു പിന്നെ എന്താണെന്നുള്ളത് എന്നാണ് ആ ഭക്തജനങ്ങളുടെ അനുഭവം. അങ്ങനെ സ്വഭക്തന്മാർക്ക് അധീനനാണെങ്കിലും കുൽസിതന്മാരുടെ പൂജാദികളെ സ്വീകരിക്കാത്തവനാകുന്നു ആ ശ്രീഹരി എന്ന് ബോധിപ്പിക്കുകയാണ്. കുൽസിതന്മാർ ആരാണെന്ന് ചിന്തിക്കുന്ന പക്ഷം പറയാം. സാവധാനത്തിൽ കേൾക്കൂ. ശാസ്ത്രാഭ്യാസം, ധനാധിക്യം, മഹത്കുലത്തിൽ ജനനം, ഉത്കൃഷ്ടകർമ്മങ്ങൾ എന്നിവ നിമിത്തം അഹങ്കാരയുക്തങ്ങളായിട്ട് ഏതൊരുത്തർ ആ ധനാദികളെ ലേശേനാഭി ആഗ്രഹിക്കാത്തവരും ആത്മാവായിരിക്കുന്ന ഭഗവാനെ തന്നെ സർവോത്തമൻ ധനമെന്ന് കരുതിയിരിക്കുന്നവരുമായിരിക്കുന്ന ആ സജ്ജനങ്ങളിൽ ധിക്കാരത്തെ പ്രകാശിപ്പിക്കുന്നുവോ അവരാകുന്നു കുൽസിത ബുദ്ധികൾ. അങ്ങനെ സാധുജനങ്ങളിൽ പ്രിയനും അവരുടെ ഭക്തിരസത്തെ അറിഞ്ഞിരിക്കുന്നവരുമായിരിക്കുന്ന ആ ഭഗവാൻ
ആ കുൽസിതന്മാർ ചെയ്യുന്ന പൂജയെ സ്വീകരിക്കുന്നില്ല. സ്വഭക്തന്മാരെ ദ്രോഹിക്കുന്നതും തന്നെ ദ്രോഹിക്കുന്നതും ആയിട്ട് ധരിക്കുന്നതാണല്ലോ ആ ഭക്തജനവാത്സല്യത്തിൻ്റെ ലക്ഷണം. അതിനാൽ ഭഗവാന്റെ പ്രസാദത്തെ ആഗ്രഹിക്കുന്നവർ ഭക്തജനങ്ങളെ ആദരിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ന ഭജതി കുമനീഷിണാം സയുജ്യം ഹരിരഥനാത്മധന പ്രിയോരസജ്ഞ ശ്രുതധനകുലധർമ്മണം മദൈര്യേ വിദധതി പാപമകിഞ്ചനേഷു സൽസു അധനാശ്ച തേ ആത്മധനാശ്ച ഭഗവദ്ധനാസ്തേ പ്രിയായസ്യ എന്നാണ് വിഗ്രഹം. അകിഞ്ചനന്മാരെന്നതിന് ആ കുന്തിസ്തുതിയിലെ പോലെ അർത്ഥം പറയണം. ഇജ്യാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം, പൂജ എന്നിവ ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അപ്പോൾ 22-ാമത്തെ ശ്രിയമനുചരതിം തദർത്ഥിനശ്ച ദ്വിപതപദീൻ വിബുധാംശ്ച യത് സ്വപൂർണ ന ഭജതി നിജഭൃത്യവർഗതന്ത്ര. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. നിജഭൃത്യവർഗതന്ത്ര കഥമമുദ്വിസൃജേത് പുമാൻ കൃതജ്ഞ ശ്രിയമനുചരതിം തദർത്ഥിനശ്ച ദ്വിപദപദീൻ വിബുധാംശ്ച യത് സ്വപൂർണ ന ഭജതി നിജഭൃത്യവർഗതന്ത്ര കഥമമുദ്വിസൃജേത് പുമാൻ കൃതജ്ഞ. തൻ്റെ ആ ഭൃത്യ സമൂഹത്തിന് അധീനനും അതുപോലെ ആ സ്വയം പൂർണ്ണനുമായിരിക്കുന്ന ഭഗവാൻ അനുചരിക്കുന്നവളായിരിക്കുന്ന ആ സ്ത്രീയെ, ആ ശ്രീ ഭഗവതിയെയും അവളെ അർത്ഥിക്കുന്ന ആ രാജാക്കന്മാരെയും ആ ദേവന്മാരെയും സ്വീകരിക്കുന്നില്ല എന്നത് യാതൊന്നോ. അതിനാൽ പുരുഷൻ കൃതജ്ഞ, അതിനാൽ പുരുഷൻ ഉപകാരസ്മരണയുള്ളവനാണെങ്കിൽ ഇവനെ എങ്ങനെ ഉപേക്ഷിക്കും? ശ്രിയമനുചരതീം, സ്വന്തം കൂടെ നടക്കുന്ന ആ അനുചരിക്കുന്നവളാണ് ആ ശ്രീയം, ആ ശ്രീ ഭഗവതി. അനുചരതീം തദർത്ഥിനശ്ച, ആ ലക്ഷ്മീദേവിയെയും അനുചരിയായിരിക്കുന്ന ദേവിയെയും അതിന് ആ ലക്ഷ്മീദേവിയെ അർത്ഥിക്കുന്നവരെയും ദ്വിപദപദീൻ വിബുധശ്ച, അങ്ങനെയുള്ള രാജാക്കന്മാരെയും ദേവന്മാരെയും വിബുധാംശ ദേവന്മാരെയും യത് സ്വപൂർണ, അങ്ങനെയുള്ള ദേവന്മാരെയും നിജഭൃത്യ തൻ്റെ ആ ഭൃത്യ സമൂഹത്തിന് അധീനനായിട്ടുള്ളവനും ആ സ്വന്തം ഭക്തന്മാരിൽ ആ ഭക്തന്മാർക്ക് അധീനനായിട്ടുള്ള സമ്പൂർണനായിരിക്കുന്ന ആ ഭഗവാൻ, ഇങ്ങനെയുള്ളവരെ, അതായത് ആ ലക്ഷ്മിയെ അനുചരിക്കുന്നവൾ, തന്നെ അനുചരിക്കുന്ന ലക്ഷ്മിയെ ഭജിക്കുന്ന ഈ രാജാക്കന്മാരെയും ദേവന്മാരെയും അദ്ദേഹം സ്വീകരിക്കുന്നില്ല എന്നത് യാതൊന്നോ. അതിനാൽ അങ്ങനെ ആയിരിക്കെ ആ പുരുഷന്മാർ ഉപകാരസ്മരണയുള്ളവനാണെങ്കിൽ, കൃതജ്ഞ ഉള്ളവരാണെങ്കിൽ ഇവനെ എങ്ങനെ ഉപേക്ഷിക്കും? അവർ എപ്പോഴും പിന്നെ ഭഗവാനെ മാത്രമേ ഭജിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നിജഭൃത്യവർഗതന്ത്ര, തൻ്റെ ഭൃത്യ സമൂഹത്തിന് അധീനനും സമ്പൂർണ സ്വയംപൂർണനുമായിരിക്കുന്ന ഭഗവാൻ, അനുചരതീം അനുചരിക്കുന്നവളായിരിക്കുന്ന ശ്രീയം ആ ശ്രീ ഭഗവതിയെയും തദർത്ഥിന അവളെ അർത്ഥിക്കുന്നതായിരിക്കുന്ന ദ്വിപദപദീൻ രാജാക്കന്മാരെയും വിബുധാഞ്ച ദേവന്മാരെയും ന ഭജതി സ്വീകരിക്കുന്നില്ല. യത് എന്നത് യാതൊന്നോ. അതിനാൽ പുരുഷൻ കൃതജ്ഞാച്ചേൽ ഉപകാരസ്മരണമുള്ളവനാണെന്നുണ്ടെങ്കിൽ അമും ഇവനെ കഥം എങ്ങനെ ഉദ്വിസൃജയെ ഉപേക്ഷിക്കും എന്നാണ് ചോദിക്കുന്നത്. ഒന്നും കൂടി പറയാം. നിജഭൃത്യവർഗതന്ത്ര, തൻ്റെ ആ ഭൃത്യ സമൂഹത്തിന് അധീനനും സമ്പൂർണ സ്വയം പൂർണ്ണനും ആയിരിക്കുന്ന ഭഗവാൻ, അനുചരതീം അനുചരിക്കുന്നവളായിരിക്കുന്ന ശ്രീയം ശ്രീ ഭഗവതിയെയും തദർത്ഥിന അവളെ അർത്ഥിക്കുന്ന ദ്വിപദപദീൻ രാജാക്കന്മാരെയും
വിബുധാൻ ച ദേവന്മാരെയും ന ഭജതി സ്വീകരിക്കുന്നില്ല. യത് എന്നത് യാതൊന്നോ അതിനാൽ പുമാൻ പുരുഷൻ കൃതജ്ഞ ചേൽ ഉപകാരസ്മരണയുള്ളവനാണെങ്കിൽ അമും ഇവനെ കഥം എങ്ങനെ ഉദ്വിസൃജേത് ഉപേക്ഷിക്കും എന്നുള്ളതാണ് അർത്ഥം. നിജഭൃത്യവർഗതന്ത്ര സമ്പൂർണ അനുചരതീം ശ്രിയം തദർത്ഥിന ദ്വിപദപദീൻ വിബുധാൻ ച ന ഭജതി യത് പുമാൻ കൃതജ്ഞ ചേത് അമും കഥം ഉദ്വിസൃജേത് എന്നാണ് അന്വയം വരിക. ഒന്നുകൂടി പറയാം. നിജഭൃത്യവർഗതന്ത്ര സമ്പൂർണ അനുചരതീം ശ്രിയം തദർത്ഥിന ദ്വിപദപദീൻ വിബുധാൻ ച ന ഭജതി യത് പുമാൻ കൃതജ്ഞ ചേത് അമും കഥം ഉദ്വിസൃജേത് എന്നുള്ളതാണ്. തൻ്റെ ഭൃത്യസമൂഹത്തിൻ്റെ അധീനനും സമ്പൂർണനും ആയിരിക്കുന്ന ഭഗവാൻ അനുചരിക്കുന്നവളായിരിക്കുന്ന ആ ശ്രീഭഗവതിയെയും അവളെ അർത്ഥിക്കുന്ന ആ രാജാക്കന്മാരെയും ദേവന്മാരെയും സ്വീകരിക്കുന്നില്ല എന്നത് യാതൊന്നോ അതിനാൽ ആ പുരുഷൻ കൃതജ്ഞനാണെങ്കിൽ ഉപകാരസ്മരണയുള്ളവനാണെങ്കിൽ ഇവനെ ആ ഭഗവാനെ എങ്ങനെ അവൻ ഉപേക്ഷിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. ഭഗവാൻ തൻ്റെ ആ ഭക്തസമൂഹത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവനാണ്. സ്വയം സമ്പൂർണനും ആണ്, മാത്രമല്ല കൃതജ്ഞനും ആണ്. അപ്രകാരമിരിക്കുന്ന നിന്തിരുവടി ഭക്താഭിലാഷത്തിന് കോട്ടം തട്ടുന്ന വിധം വേറെ യാതൊന്നിലും വ്യാപരിക്കുന്നില്ല എന്നർത്ഥം. തന്നെ ആശ്രയിച്ച മഹാലക്ഷ്മിയിൽ ആസക്തനല്ല അദ്ദേഹം. മഹാലക്ഷ്മിയെ ഉപാസിക്കുന്നവരിൽ തൽപരനും അല്ല. രാജാക്കന്മാർ ദേവന്മാർ എന്നിവരെ പോലും ഗൗനിക്കുന്നില്ല. ഭഗവാൻ കൃതജ്ഞനായിരിക്കെ ഭക്തരെ ഉപേക്ഷിച്ച് ഭക്തിഹീനരായിരിക്കുന്ന മറ്റുള്ളവരെ എങ്ങനെ ശ്രദ്ധിക്കും? ശ്രിയമനുസരതീം, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രിയമനുചരതീം എന്ന് പാഠം. അദ്വിപദം മനുഷ്യൻ കൃതജ്ഞനാണെന്നത് ഭഗവാന്റെ ഒരു നാമം തന്നെയാണ്. കൃതജ്ഞ കൃതിരാത്മവാൻ എന്ന് ഭഗവാന്റെ പേര് തന്നെയാണ്. കൃതജ്ഞ മനുഷ്യൻ കൃതജ്ഞനാണ്. രണ്ട് പാദമുള്ള മനുഷ്യൻ കൃതജ്ഞനാണ്. ഭഗവാന്റെ ഒരു നാമം തന്നെയാണ് കൃതജ്ഞ കൃതിരാത്മവാൻ. സഹസ്രനാമത്തിൽ പറയാം. പ്രാണിനാം പുണ്യാത്മകം കർമ്മകൃതം ജാനാതീതി കൃതജ്ഞ. പ്രാണിനാം പുണ്യാത്മകം കർമ്മകൃതം ജാനാതീതി കൃതജ്ഞ. പത്രപുഷ്പാദ്യൽപമപി പ്രയച്ഛതാം മോക്ഷം ദദാതീതി വാ. പത്രപുഷ്പാദ്യൽപമപി പ്രയച്ഛതാം മോക്ഷം ദദാതീതി വാ. പത്രം പുഷ്പം ഫലം എന്നൊക്കെ കൊടുത്താൽ വേഗം മോക്ഷത്തെ, അങ്ങനെ ചെയ്യുന്നവർക്ക് പോലും മോക്ഷത്തെ കൊടുക്കുന്നവനായിരിക്കുന്ന ഭഗവാൻ അർത്ഥം. അപ്പോൾ ദ്വിപദം എന്നാൽ രണ്ട് കാലുള്ളതെന്നർത്ഥം. മനുഷ്യൻ എന്നാണ് അർത്ഥം. സാധാരണ നിന്ദ്യാർത്ഥത്തിലാണ് പ്രയോഗം. സ്ഥാവരം ദ്വിപദം ചെയ്യുക, അടിമ എന്നൊക്കെ പറയാം. പ്രജേതസ്കളോടുള്ള ശ്രീനാരദ മഹർഷിയുടെ ഉപദേശം ഇതോടെ ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് യാതൊന്നിനാൽ ആ ഭഗവാൻ ആനന്ദപൂർണനാണോ, അതുമൂലം തൻ്റെ ഭക്തസംഘത്തിന് അധീനനായിട്ട് തന്നെ സേവിക്കുന്ന ലക്ഷ്മിയെയും സകാമന്മാരെയും രാജാക്കന്മാരെയും ദേവന്മാരെയും ഒന്നും തന്നെ അദ്ദേഹം ആദരിക്കാറില്ല. ആ നിലയ്ക്ക് കൃതജ്ഞനായിരിക്കുന്ന ഏതൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ സ്വല്പനേരത്തേക്കെങ്കിൽ ആണെങ്കിലും കൂടി അനുസ്മരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ നിജ ആനന്ദ പരിപൂർണനും ഭക്തന്മാർക്ക് അധീനനുമായിരിക്കുന്ന ഭഗവാൻ നിത്യവും തന്നെ ആശ്രയിച്ചിരിക്കുന്ന ശ്രീദേവിയെ കൂടി ആദരിക്കുന്നില്ല. ശ്രീദേവിയുടെ കടാക്ഷത്തെ കാംക്ഷിക്കുന്ന രാജാക്കന്മാരെയും ദേവന്മാരെയും ആദരിക്കുന്നില്ലെന്ന് പിന്നെ പറയണമോ? സർവാത്മഭാവേന ഏതൊരുത്തർ തന്നെ നിരന്തരം ഭജിക്കുന്നുവോ അവർക്ക് ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നത് ആ ഭഗവത് സ്വഭാവമാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ പുമാൻ ആ മനുഷ്യൻ ഭഗവാനെ ഒരു നിമിഷം നേരമെങ്കിലും സ്മരിക്കാതെ ഇരിക്കുന്നു എങ്ങനെയാണ്? അപ്പോൾ ഭഗവാനെ മറന്നിരിക്കുന്നത് തന്നെ മൂർഖലക്ഷണമായിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ ഇതിലത്തെ ആ രണ്ട് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം മറന്നു. വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഹരിർഭക്താധീനത്വം അവഗച്ഛൻ സദാ മനസ്സി സദൈവ തിഷ്ഠതി നാപയ
നാപയാതി. യേ ശാസ്ത്രധനാദിമതൈഹി, ആരാണോ ആ ശാസ്ത്രധനാദികളിൽ മതം പൂണ്ടിരിക്കുന്നത്, സാധുഷു തിരസ്കാരം, അവർ സാധുക്കളെ തിരസ്കാരം കുർവന്തി, സാധുക്കളെ തിരസ്കാരം ചെയ്താൽ, അവരെ നിന്ദിച്ചാൽ, തേഷാം അവരുടെ പൂജമപി ഹരിർന്ന ഗൃഹാതി, അവരുടെ പൂജയെ പോലും ആ ഹരി എടുക്കുന്നില്ല. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് അത് പറഞ്ഞത്. ഇങ്ങനെ യേ ശാസ്ത്രധനാദിമദേഹി, ആരാണോ ശാസ്ത്രധനാദികളിൽ അഹങ്കാരം പൂണ്ട് സാധുക്കളെ ദ്രോഹിക്കുന്നത്, സാധുഷു തിരസ്കാരം കുർവൻ, സാധുക്കളെ തിരസ്കരിക്കുന്നത്, തേഷാം അവരിൽ അവരുടെ പൂജാമപി, അവരുടെ പൂജയെ കൂടി ഹരിർന്ന ആ ശ്രീഹരി ഒരിക്കലും സ്വീകരിക്കുന്നില്ല. ഗൃഹാതി ഒന്നുകൂടി പറയാം അതിൻ്റെ. യേ ശാസ്ത്രധനാദിർമതൈഹി, ശാസ്ത്രധനാദിമതൈഹി സാധുഷു തിരസ്കാരം കുർവന്തി തേഷാം പൂജാമപി ഹരിർന്ന ഗൃഹാതി. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ്. അടുത്ത ശ്ലോകത്തിൽ ഇപ്പോൾ പറഞ്ഞ ശ്ലോകത്തിൻ്റെ സകാമാൻ നരേന്ദ്രാൻ ദേവാനപി, സകാമന്മാരായിരിക്കുന്ന നരേന്ദ്രന്മാർ, രാജാക്കന്മാരുടെയും ദേവന്മാരെയും, സകാമന്മാരെയും നരേന്ദ്രന്മാരെയും രാജാക്കന്മാരെയും ദേവന്മാരെയും യോ നാനുവർത്തതേ യതഃ, തന്നെ അനുവർത്തിക്കുന്നവരായാൽ പോലും, സകാമന്മാരെ ആണെങ്കിലും രാജാക്കന്മാരെ ആണെങ്കിലും ദേവന്മാരെ പോലും, യതഃ സ സ്വേനൈവ പൂർണ്ണ, സമ്പൂർണൻ ആയിരിക്കുന്ന, സ്വഭക്താനുരക്ത ഏവ, അവരെ ഒന്നും ഭഗവാൻ അത്ര ഇഷ്ടമല്ല. അനുവർത്തതേ യതഃ സ സ്വേനൈവ, സ്വന്തം പൂർണ്ണനായിരിക്കുന്ന ഭഗവാൻ സ്വന്തം ഭക്തന്മാരിൽ മാത്രമാണ് അനുരക്തനായിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ സകാമാൻ നരേന്ദ്രാൻ ദേവാൻ അപി യോ നാനുവർത്തതേ, അങ്ങനെയുള്ളവർ പോലും അവരെ സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സകാമന്മാരെയും അതുപോലെ രാജാക്കന്മാരെയും ദേവന്മാരെയും ഈ ഭക്തന്മാരുടെ പോലെ ആ ഭഗവാൻ ഒരിക്കലും സ്വീകരിക്കില്ല. യതഃ സസ്വേനൈവ പൂർണ്ണ, ആ സ്വയം പൂർണ്ണനായിരിക്കുന്ന ആ ഭഗവാൻ സ്വഭക്താനുരക്ത, ഭക്തന്മാരിൽ മാത്രമാണ് അദ്ദേഹം അനുരക്തനായിരിക്കുന്നത് എന്നർത്ഥം. ഏവം ഭൂതം തം കസ്ത്യജേ, അതുകൊണ്ട് ആ ഭൂതങ്ങളെയൊക്കെ അങ്ങനെയുള്ളതിനെയൊക്കെ അദ്ദേഹം അപ്പോൾ അങ്ങനെയുള്ളവർ തം കസ്ത്യജേത്, എന്തിന് പ്രകാരം ആ ഭൂതങ്ങൾ എന്തിന് ആ ഭഗവാനെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് സകാമാൻ നരേന്ദ്രാൻ ദേവാൻ അപിയോ നാനുവർത്തതേ യതഃ സസ്വേനൈവ പൂർണ്ണഃ സ്വഭക്താനുരക്തഃ ഏവ ഏവം ഭൂതം തം കസ്ത്യജേത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 23-ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച ഇതി പ്രചേതസോ രാജന്യന്യാശ്ച ഭഗവൽ കഥാ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയൗ സ്വായംഭുവോ മുനിഃ. ഇതി പ്രചേതസോ രാജന്യന്യാശ്ച ഭഗവൽ കഥാ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയൗ സ്വായംഭുവോ മുനി. അലയോ ധർമ്മരാജാവേ, ആ ബ്രഹ്മപുത്രനായിരിക്കുന്ന ആ ശ്രീനാരദൻ ഇതും വേറെയും ആ ഭഗവത് കഥകൾ ആ പ്രചേതസ്സിന് കേൾപ്പിച്ചു കൊടുത്തിട്ട് ആ ബ്രഹ്മലോകത്തിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹേ രാജൻ, അല്ലയോ ധർമ്മരാജാവേ എന്ന വിതരണയാണ്. സ്വയംഭുവഃ, ആ ബ്രഹ്മപുത്രനായിരിക്കുന്ന ശ്രീനാരദ മഹർഷി ഇതും വേറെയും ഭഗവത് കഥകൾ ആ പ്രചേതസ്സുകൾക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് ബ്രഹ്മലോകത്തിലേക്ക് പോയി. ഇതി പ്രചേതസോ രാജൻ അന്യാശ്ച ഭഗവത് കഥാ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയൗ സ്വായംഭുവോ മുനി. ഹേ രാജൻ, അല്ലയോ ധർമ്മരാജാവേ, സ്വായംഭുവഃ ബ്രഹ്മപുത്രനായിരിക്കുന്ന മുനിഹി നാരദൻ ഇതും അന്യാഹ ച വേറെയും ഭഗവത് കഥകൾ പ്രചേതസഃ പ്രചേതസ്സുകൾക്ക് ശ്രാവയിത്വാ കേൾപ്പിച്ചിട്ട് ബ്രഹ്മലോകത്തിലേക്ക് യയൗ പോയി. എന്നുകൂടി പറയാം. ഹേ രാജൻ, അല്ലയോ ധർമ്മരാജാവേ, സ്വയംഭുവഃ ബ്രഹ്മപുത്രനായിരിക്കുന്ന മുനിഹി നാരദൻ ഇതും അന്യാഹ ച വേറെയും
ഭഗവത് കഥകൾ പ്രചേതസ്സിന് ശ്രാവയിത്വ കേൾപ്പിച്ചിട്ട് ബ്രഹ്മലോകത്തിലേക്ക് യയൗ പോയി. അപ്പോൾ ഹേ രാജൻ സ്വായംഭുവഃ മുനിഃ ഇതി അന്യാഃ ച ഭഗവത് കഥാ പ്രചേതസഃ ശ്രാവയിത്വ ബ്രഹ്മലോകം യയൗ. എന്നുകൂടി പറയാം. ഹേ രാജൻ സ്വായംഭുവഃ മുനിഃ ഇതി അന്യാഃ ച കഥാ പ്രചേതസഃ ശ്രാവയിത്വ ബ്രഹ്മലോകം യയൗ. അല്ലയോ ധർമ്മരാജാവേ, ആ ബ്രഹ്മപുത്രനായിരിക്കുന്ന ശ്രീനാരദ മഹർഷി ഇതും വേറെയും ഭഗവത് കഥകൾ ആ പ്രചേതസ്സുകളെ കേൾപ്പിച്ചിട്ട് ബ്രഹ്മലോകത്തിലേക്ക് പോയി. പ്രചേതസഃ അവർ ഒന്നാകയാൽ ഏകവചനത്തിലാണ് അവിടെ പ്രയോഗിക്കുന്നതെന്നർത്ഥം. അപ്പോൾ വിതുര രാജൻ ഇങ്ങനെ ആ പ്രചേതസ്സുകളെ ഭഗവാന്റെ മഹിമാതിശയത്തെയും ഭഗവത് ലീലകളെയും കൽപ്പിച്ച ആ ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദൻ ബ്രഹ്മലോകത്തിലേക്ക് പോയി. അല്ലയോ യമധർമ്മരാജാവേ, ബ്രഹ്മാവിൻ്റെ പുത്രനായിരിക്കുന്ന ശ്രീനാരദ മഹർഷി ഇവയും ഇപ്രകാരമുള്ള മറ്റ് പുണ്യകഥകളും ഭഗവത് കഥകളും പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് ആഖ്യാനം ചെയ്ത ശേഷം ബ്രഹ്മലോകത്തിലേക്ക് യാത്രയായി. ഇത്രയും പറയണേ. രാജൻ ഇപ്രകാരമുള്ളതും ധ്രുവാദി ഭക്തന്മാരെ സംബന്ധിച്ചതുമായിരിക്കുന്ന ഭഗവത് കഥകളെ പ്രചേതസ്സുകളോട് ഉപദേശിച്ചിട്ട് ഭഗവാൻ ശ്രീനാരദ മുനി ബ്രഹ്മലോകത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഏവം മൈത്രേയ ഉവാച ഇതി താൻ ശ്രാവയിത്വ, ഇപ്രകാരം ആ ഭഗവത് കഥകളെ കേൾപ്പിച്ചിട്ട് നാരദൻ ബ്രഹ്മലോകം യയോ ബ്രഹ്മലോകത്തിലേക്ക് പോയി. ഇതി താൻ ശ്രാവയിത്വ, ഇപ്രകാരം ആ ഭഗവത് കഥകളെ കേൾപ്പിച്ചിട്ട് പ്രചേതസ്സുകളെ കേൾപ്പിച്ചിട്ട് നാരദൻ ബ്രഹ്മലോകം യയോ ബ്രഹ്മലോകത്തിലേക്ക് പോയി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അടുത്തത് തേബി തന്മുഖ നിർയാതം യശോ ലോകമലാപകം ഹരേർനിശമ്യ തൽപാദം ധ്യായന്തസ്ഥൽഗതിം യയുഹു. ആ മഹർഷിയുടെ മുഖത്തു നിന്നും ഉണ്ടായതും ആ ലോകരുടെ മനോമാലിന്യത്തെ നശിപ്പിക്കുന്നതുമായിരിക്കുന്ന ആ ശ്രീഹരിയെ വാഴ്ത്തുന്നതായിരിക്കുന്ന സൽക്കഥകൾ കേട്ടിട്ട് അവരും ആ പ്രചേതസ്സുകളും അവിടുത്തെ ആ ശ്രീപാദത്തെ ധ്യാനിച്ചുകൊണ്ട് ആ പരമപദത്തെ പ്രാപിച്ചു എന്നുള്ളതാണ്. തേവി തന്മുഖ നിർയാതം, ആ മുനിയിൽ നിന്നും നാരദരിൽ നിന്നും യശോ ലോകമലാപഹം, ആ സകല ലോകങ്ങളുടെയും പാവങ്ങളെ നീക്കുന്ന ആ ഭഗവാന്റെ യശസ്സിനെ, ഹരേർ യശോ, ആ ഹരിയുടെ യശസ്സിനെ നിശമ്യ കേട്ടിട്ട് തൽപാദം അദ്ദേഹത്തിൻ്റെ പാദത്തെ ധ്യാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പരമപദത്തെ യയുഹു പരമപദത്തെ പ്രാപിച്ചു. അപ്പം തന്മുഖ നിർയാതം, ആ മഹർഷിയുടെ മുഖത്തു നിന്നും ഉണ്ടായതും ലോകമലാപഹം ലോകരുടെ മനോമാലിന്യത്തെ നശിപ്പിക്കുന്നതുമായിരിക്കുന്ന ഹരേഹേ ആ ശ്രീഹരിയുടെ യശഃ കീർത്തിയെ വാഴ്ത്തുന്ന സൽക്കഥകൾ നിശമ്യ കേട്ടിട്ട് തേ അപി അവരും തൽപാദം അവിടുത്തെ ആ ശ്രീപാദത്തെ ധ്യാനിച്ചുകൊണ്ട് തദ്ഗതിം ആ പരമപദത്തെ യയുഹു പ്രാപിച്ചു. എന്നുകൂടി പറയാം. തന്മുഖ നിർയാതം തന്മുഖ നിർയാതം, ആ മഹർഷിയുടെ മുഖത്തു നിന്നും ഉണ്ടായതും ലോകമലാപഹം ലോകരുടെ മനോമാലിന്യത്തെ നശിപ്പിക്കുന്നതുമായിരിക്കുന്ന ഹരേഹേ ആ ശ്രീഹരിയുടെ യശഃ കീർത്തിയെ വാഴ്ത്തുന്ന സൽക്കഥകൾ നിശമ്യ കേട്ടിട്ട് തേ അപി അവരും തൽപാദം അവിടുത്തെ ആ ശ്രീപാദത്തെ ധ്യാനിച്ചുകൊണ്ട് തദ്ഗതിം ആ പരമപദത്തെ യയുഹു പ്രാപിച്ചു. തന്മുഖ നിർയാതം ലോകമലാപഹം ഹരേഹേ യശഃ നിശമ്യ തേ അപി തൽപാദം ധ്യായന്തഃ തദ്ഗതിം യയുഹു. തന്മുഖ നിർയാതം ലോകമലാപഹം ഹരേഹേ യശഃ നിശമ്യ തേ അപി തൽപാദം ധ്യായന്തഃ തദ്ഗതിം യയുഹു. ആ മഹർഷിയുടെ മുഖത്തു നിന്നുണ്ടായതും ലോകരുടെ മനോമാലിന്യത്തെ നശിപ്പിക്കുന്നതുമായിരിക്കുന്ന ശ്രീഹരിയുടെ ആ ശ്രീഹരിയെ വാഴ്ത്തുന്ന സൽക്കഥകൾ കേട്ട് ആ പ്രചേതസ്സുകളും അവിടുത്തെ ആ ഭഗവാന്റെ ശ്രീപാദത്തെ ധ്യാനിച്ചുകൊണ്ട് പരമപദത്തെ പ്രാപിച്ചു. അപ്പോൾ ഇങ്ങനെ ആ സദസ്സിൽ വെച്ചിട്ട് ആ ഭഗവത് കഥകൾ കേട്ടിട്ട് എന്ത് ചെയ്തു? ആ പ്രചേതസ്സുകളാകട്ടെ ലോകരുടെ സർവ്വമാലിന്യങ്ങളും നിശേഷങ്ങൾ അകറ്റുന്ന ആ ശ്രീഹരിയുടെ ചരിത്രങ്ങൾ കേട്ട് അദ്ദേഹത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് തന്നെ ആ ഭഗവത് സായുജ്യം ഊകി. അപ്പോൾ
അവരും ആ നാരദമുഖത്തിൽ നിന്നും വന്നതും സർവ്വലോകങ്ങളുടെ പാപം നശിപ്പിക്കുന്നതുമായിരിക്കുന്ന ഭഗവാന്റെ പുണ്യയശസ്സിനെ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പാദം തന്നെ ധ്യാനിച്ചുകൊണ്ട് മുക്തരായി. അപ്പോൾ ആ പ്രചേതസ്സുകളാകട്ടെ ശ്രീനാരദ മുഖത്തിൽ നിന്നും ഉത്ഭവിച്ചതും സകല ലോകത്തിൻ്റെയും രാഗലോഭാദി മനോമാലിന്യത്തെ നിശേഷം നശിപ്പിച്ച് പരമശുദ്ധിയെ നൽകുന്നതുമായിരിക്കുന്ന ശ്രീഹരി കീർത്തിയെ കേട്ടിട്ട് ഹരിപാദത്തെ തന്നെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് അവസാനത്തിൽ ആ ഹരിപാദത്തോട് ചേരുകയും ചെയ്തു. അപ്പോൾ ഇവിടെ തേവി പ്രചേതസ്സോ, ആ പ്രചേതസ്സുകൾ നാരദൻ്റെ വചസ്സിനെ വാക്കുകളെ കേട്ടിട്ട് ശ്രുത്വ ഹരിപദം ഹരിപാദത്തെ ധ്യാനിച്ചുകൊണ്ട് തൽഗതിം ആ ഭഗവാന്റെ ഗതിയെ യുഹു പ്രാപ്തമാക്കി അതിൽ തന്നെ പോയി, ആ ഭഗവൻ മാർഗത്തിൽ തന്നെ പോയി അർത്ഥം. തേവി പ്രചേതസോ, ആ പ്രചേതസ്സുകളാകട്ടെ നാരദവചഹ ശ്രുത്വ നാരദൻ്റെ ഈ വാക്കുകളെ കേട്ടിട്ട് ഹരിപദത്തെ ധ്യാനിച്ചുകൊണ്ട് സ്ഥൽഗതിം ആ ഭഗവൻ മാർഗത്തിൽ തന്നെ ആ ഭഗവാന്റെ അടുത്തേക്ക് പോയി യുഹു. അപ്പോൾ തേവി പ്രചേതസോ നാരദവചഹ ശ്രുത്വ ഹരിപദം ധ്യായന്തസ്തദ്ഗതിം യയുഹു അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം നോക്കാം. ഏതത്തേഭിഹിതം ക്ഷത്തര്യന്മാം ത്വം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. ഏതത്തേഭിഹിതം ക്ഷത്തര്യന്മാം ത്വം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. അല്ലയോ അവിതുര, ഏതിനെപ്പറ്റി അങ്ങ് എന്നോട് ചോദിച്ചുവോ അത് തന്നെ ആ പ്രചേതസ്സുകളുടെയും ശ്രീനാരദൻ്റെയും ആ ഹരികീർത്തന സംരൂപത്തിലുള്ള ഈ സംവാദം അത് തന്നെയായിരുന്നു ഇവരുടെ സംവാദവും. അതിനെ ആ സംവാദത്തെ അങ്ങയ്ക്ക് ഇതാ പറഞ്ഞു തരപ്പെട്ടു. ഏതത്തേഭിഹിതം ക്ഷത്തര്യന്മാം ത്വം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. ഹേ ക്ഷത്തഃ, അല്ലയോ വിതുര, യത് ഏതിനെപ്പറ്റി ത്വം മാം അങ്ങ് എന്നോട് പരിപൃഷ്ടവാൻ ചോദിച്ചുവോ പ്രചേതസ്സുകളുടെയും നാരദസ്യ ശ്രീനാരദൻ്റെയും ഹരികീർത്തനം, ഈ ഹരികീർത്തന രൂപത്തിലുള്ള ഈ സംവാദത്തെ തേ അങ്ങയ്ക്ക് അഭിഹിതം പറഞ്ഞു തരപ്പെട്ടു. ഒന്നും കൂടി പറയാം. ഹേ ക്ഷത്തഃ, അല്ലയോ വിതുര, യത് ഏതിനെപ്പറ്റി ത്വം മാം അങ്ങ് എന്നോട് പരിപൃഷ്ടവാൻ ചോദിച്ചുവോ പ്രചേതസ്സുകളുടെയും നാരദസ്യ ശ്രീനാരദൻ്റെയും ഹരികീർത്തനം ഹരിസങ്കീർത്തന രൂപത്തിലുള്ള ഈ സംവാദം തേ അങ്ങയ്ക്ക് അഭിഹിതം പറഞ്ഞു തരപ്പെട്ടു. അപ്പോൾ ഹേ ക്ഷത്തഃ യത് ത്വം മാം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ ഹരികീർത്തനം ഏതത് സംവാദം തേ അഭിഹിതം. എന്നുകൂടി പറയാം. ഹേ ക്ഷത്തഃ യത് ത്വം മാം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ ഹരികീർത്തനം ഏതത് സംവാദം തേ അഭിഹിതം. അല്ലയോ വിതുരരെ, ഏതിനെപ്പറ്റി അങ്ങ് എന്നോട് ചോദിച്ചുവോ പ്രചേതസ്സുകളുടെയും ശ്രീനാരദൻ്റെയും ആ ഹരികീർത്തന സ്വരൂപത്തിലുള്ള ഈ സംവാദം അങ്ങയ്ക്ക് ഞാനിതാ പറഞ്ഞു തരപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീഹരിയുടെ ആ കീർത്തന അങ്ങനെ ചരിത്രങ്ങൾ കേട്ട അദ്ദേഹത്തിനെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ഭഗവത് സായുജ്യം പൂകി. അല്ലയോ വിതുര, അങ്ങുന്ന് എന്നോട് ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് ആ ശ്രീഹരിയുടെ കീർത്തന രൂപത്തിലുള്ള പ്രചേതസ്സുകളും അതിൻ്റെ ഉത്തരമായിട്ടാണ് ഈ പ്രചേതസ്സുകളും നാരദനുമായിട്ടുള്ള ഈ സംവാദത്തെ ഇപ്രകാരം അങ്ങയ്ക്ക് പറഞ്ഞു തന്നത്. വിതുരൻ യമധർമ്മരാജാവാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സംവാദ ആരംഭം. ഒടുവിലും അപ്രകാരം തന്നെ വരുത്താനാണ് രാജൻ എന്ന ആ സംബുദ്ധി അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് ശ്രീനാരദ മഹർഷി ധ്രുവൻ്റെ ആ മാഹാത്മ്യം ഗാനം ചെയ്തതായിട്ട് 12-ാം അധ്യായം 40-ാം ശ്ലോകത്തിൽ പറഞ്ഞു. ഇതിനെ തുടർന്ന് പ്രചേതസ്സുകൾ ആരെന്നും മറ്റുമുള്ള അവിതുര പ്രശ്നത്തിൻ്റെ ഉത്തരമായിട്ടാണ് മൈത്രേയ മഹർഷി ഇത്രയും ആഖ്യാനം ചെയ്തത്. മൈത്രേയ വാക്യം ഇതോടെ ഇവിടെ സമാപിക്കുകയാണ്. 23-ാം ശ്ലോകത്തിലെ രാജൻ എന്ന സംബുദ്ധി വളരെ സാരഗർഭമാണ്. ശുഗവാക്യം അല്ലായികയാൽ പരീക്ഷത്തിനും നാരദവാക്യം അല്ലായികയാൽ പ്രാചീന ബർഹിസിനും ചേരില്ല. അപ്പോൾ ദേവന്മാർ പരോക്ഷപ്രിയന്മാരാണെന്ന് ഈ സ്കന്ധം പറയുന്നു. വിതുരനും ദേവനാണ്. യമധർമ്മരാജാവ് മാണ്ഡവ്യശാപത്താൽ വിതുരനായി ജനിച്ചതാണ് എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് യമധർമ്മരാജാവെന്ന അർത്ഥത്തിൽ പരോക്ഷമായിട്ട് രാജൻ എന്ന സംബുദ്ധിയുടെ ആ ഔചിത്യം ചിന്താതീതം തന്നെയാണ്. ആ സംവാദാന്ത്യത്തിലാകുമ്പോൾ ആസ്വാദ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന
അവരും ആ നാരദമുഖത്തിൽ നിന്ന് വന്നതും സർവ്വലോകങ്ങളുടെയും അത് പറഞ്ഞു. വിതുര, അങ്ങ് എന്നോട് ചോദിച്ചതനുസരിച്ച് പ്രജേതസ്സുകളുടെയും നാരദൻ്റെയും സംവാദരൂപവും സർവക്ലേശനാശകവുമായിരിക്കുന്ന ആ ഭഗവാന്റെ ദിവ്യഗുണങ്ങൾ വ്യക്തമാക്കുന്ന ഈ ആഖ്യാനം അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. ഹേ വിതുര, പ്രജേതസ്സുകൾ ആരാണ്? അവരുടെ പുത്രന്മാർ നാരദമുനിക്കും അവർക്കും സംഗമം എങ്ങനെയുണ്ടായി എന്ന് ഞാൻ വിസ്തരിച്ച് പറവാൻ അങ്ങെന്ന് ചോദിച്ചു അല്ലോ. ആ പ്രജേതസ്സുകൾക്കും നാരദനും തമ്മിൽ ആ ഹരികീർത്തനം അടങ്ങിയതായിരിക്കുന്ന ഈ സംഭാഷണം ഞാൻ അങ്ങയോട് പറഞ്ഞു. ഭക്തനായിരിക്കുന്ന നിൻ്റെ പ്രശ്നം നിമിത്തം ആ ഹരിസ്മരണം ചെയ്യുവാൻ എനിക്കും ഇടയായതിൽ സന്തോഷമുണ്ട് എന്ന് പറയാം. അപ്പോൾ ശ്രീ മൈത്രേയ ഉവാച, ഹേ വിതുര, അലയോ വിതുര, യത്വം മാം പൃഷ്ടവാൻ, എന്താണോ അങ്ങ് എന്നോട് ചോദിച്ചത് തൽ അത് തന്നെ ഈ പ്രജേതസാം നാരദസ് സംവാദരൂപം, പ്രജേതസ്സുകളുടെയും നാരദൻ്റെയും സംവാദരൂപത്തിലുള്ള ഈ ആഖ്യാനം ആയിരിക്കുന്ന ആ ഹരികീർത്തന രൂപത്തിൽ ഞാനിവിടെ കഥിതം പറയപ്പെട്ടു. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഹേ വിതുര, യത്വം മാം പൃഷ്ടവാൻ തത്തേ പ്രജേതസാം നാരദസ്യ സംവാദരൂപം മയാഖ്യാനം ഹരികീർത്തനരൂപം കഥിതം. അതുകൂടി പറയാം. ഹേ വിതുര, യത്വം മാം പൃഷ്ടവാൻ തത് തേ പ്രചേതസാം നാരദസ്യ സംവാദരൂപം മയാഖ്യാനം ഹരികീർത്തനരൂപം കഥിതം. അപ്പം അടുത്തത് ശ്രീശുക ഉവാച, യ ഏഷ ഉത്താനപദോ. മൈത്രേയൻ തൻ്റെ ഉപദേശം സമാപിക്കുന്നത് ആ ഹരികീർത്തനം എന്ന വാക്യത്തോടെയാണ്. വിതുര മൈത്രേയ സംവാദം മുഴുവനും ആ ഭഗവൻ നാമ സങ്കീർത്തന രൂപത്തിലാണെന്നതാണ് അർത്ഥം. അപ്പോൾ മംഗളവാക്യത്തോടെ സമാപിക്കണം എന്ന ആ ശിഷ്ടാചാരവും പാലിക്കപ്പെടുന്നുണ്ട്. ഭാഗവത ധർമ്മം ഹരികീർത്തനം ആണെന്ന ഉപദേശവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അത്യന്തം സാരഗർഭമായിരിക്കുന്ന വാക്യത്തോടെ ആ മൈത്രേയ മഹർഷി ഉപസംഹരിക്കുകയാണ്. ഈ പ്രചേതസ്സുകളുടെയും അവരുടെ പുത്രന്മാരായിരിക്കുന്ന ദക്ഷൻ്റെയും ചരിത്രം ഷഷ്ഠസ്കന്ധത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അവിടെ കാണാം. അപ്പോൾ അടുത്ത ശ്ലോകം ശ്രീശുക ഉവാച, യേഷ ഉത്താനപദോ മാനവസ്യാനുവർണിതഃ വംശം പ്രിയവ്രതസ്യാപി നിബോധ നൃപസത്തമ. യ ഏഷ ഉത്താനപദോ മാനവസ്യാനുവർണിതഃ വംശ പ്രിയവ്രതസ്യാപി നിബോധ നൃപസത്തമ. അപ്പോൾ അല്ലയോ ആ രാജശ്രേഷ്ഠ, ആ മനുപുത്രനായിരിക്കുന്ന ആ ഉത്താനപാദൻ്റെ വംശപരമ്പര ഏതോ അത് വിസ്തരിച്ച് പറയപ്പെട്ട് കഴിഞ്ഞു. ആ പ്രിയവ്രതൻ്റേതും കൂടി ഇനി കേട്ട് ധരിച്ചുകൊണ്ടാണ്. ഇനി പ്രിയവ്രതൻ്റെ കഥയും കൂടെ പറയാണ്ട്. മനുവിൻ്റെ വംശത്തിൽ ഈ കഥ പറഞ്ഞു, വിസ്തരിച്ച് പറഞ്ഞു. മനുപുത്രനായിരിക്കുന്ന ഉത്താനപാദൻ്റെ ഇനി പ്രിയവ്രതൻ്റെയും കൂടെ കഥ കേൾക്കാണ്ടെന്നർത്ഥം. യ ഏഷ ഉത്താനപദോ മനവസ്യാനുവർണിതഃ വംശഃ പ്രിയവ്രതസ്യാപി നിബോധം നൃപസത്തമ. ഹേ നൃപസത്തമ, അല്ലയോ രാജശ്രേഷ്ഠ, രാജശ്രേഷ്ഠ, മാനവസ്യ മനുപുത്രനായിരിക്കുന്ന ഉത്താനപാദൻ്റെ വംശപരമ്പര യഹ ഏതോ ഏഷ അത് അനുവർണിതഃ വിസ്തരിച്ച് പറയപ്പെട്ടു. പ്രിയവ്രതസ്യ അപി ആ പ്രിയവ്രതൻ്റെയും കൂടി ഇനി നിബോധ കേട്ടു ധരിച്ചു കൊണ്ടാലും. എന്നുകൂടി പറയാം. ഹേ നൃപസത്തമ, അല്ലയോ രാജശ്രേഷ്ഠ, മാനവസ്യ ആ മനുപുത്രനായിരിക്കുന്ന ഉത്താനപാദൻ്റെ വംശഃ ആ വംശപരമ്പര യഹ ഏതോ ഏഷ അത് അനുവർണിതഃ വിസ്തരിച്ച് പറയപ്പെട്ടു. പ്രിയവ്രതസ്യ അപി പ്രിയവ്രതൻ്റേതും കൂടി ഇനി നിബോധ കേട്ടു ധരിച്ചു കൊണ്ടാലും. ഹേ നൃപസത്തമാ ഹേ നൃപസത്തമാ മാനവസ്യ ഉത്താനപദഃ വംശഃ യഹ ഏഷ അനുവർണിതഃ പ്രിയവ്രതസ്യ അപി നിബോധ. എന്നുകൂടി പറയാം. ഹേ നൃപസത്തമാ മാനവസ്യ ഉത്താനപദഃ വംശഃ യഹ ഏഷഃ അനുവർണിതഃ പ്രിയവ്രതസ്യ അപി നിബോധ. രാജശ്രേഷ്ഠ, ആ മനുപുത്രനായിരിക്കുന്ന ഉത്താനപാദൻ്റെ വംശപരമ്പര ഏതോ അത് വിസ്തരിച്ച് പറയപ്പെട്ടു. പ്രിയവ്രതൻ്റെയും കൂടി ഇനി കേട്ട് ധരിച്ചാലും പറയുകയാണ്. അല്ലയോ മഹായോഗിയായിരിക്കുന്ന മൈത്രേയ മഹർഷേ, കരുണാനിധിയായിരിക്കുന്ന അങ്ങ് ആ അജ്ഞാനത്തിൻ്റെ അന്ത്യം കുറിച്ച് ജ്ഞാനം എന്തെന്ന് ഉപദേശിച്ചു. അങ്ങയുടെ ഉപദേശത്തിൽ നിന്നും മനസ്സിലാകുന്നത് ആത്മസമർപ്പണം ചെയ്തവർക്ക് വേറെ ധനമൊന്നും
മൈത്രേയ മഹർഷി അരുളി ചെയ്യാണ്. ഭഗവാന്റെ ആ സൽക്കഥകൾ സശ്രദ്ധം കേട്ട ആ വിതുരൻ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് മൈത്രേയ മഹർഷിയുടെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ച് ശ്രീഹരിയുടെ ചരണാരവിന്ദങ്ങൾ ഹൃദയത്തിലും ധരിച്ചു. ഇവിടെ അല്ലയോ രാജശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷിത്തെ, ഉത്താനപാദൻ്റെ വംശം പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രിയവ്രതൻ്റേത് പറയാം എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലയോ രാജശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷിത്തെ, ഉത്താനപാദൻ്റെ വംശം പറഞ്ഞു. ഇനി പ്രിയവ്രതൻ്റെ വംശത്തെ പറ്റിയിട്ട് പറയാമെന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. രാജൻ ഇങ്ങനെ പ്രചേതസ്സുകളെ ഭഗവാന്റെ മഹിമാതിശയത്തെയും ഭഗവത്ലീലകളെയും കൽപ്പിച്ച് ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദൻ ബ്രഹ്മലോകത്തിലേക്ക് പോയി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം നൃപശ്രേഷ്ഠ മനുപുത്രനായിരിക്കുന്ന ഉത്താനപാദൻ്റെ വംശം വിവരിച്ചു. ഇനി പ്രിയവ്രതൻ്റെ വംശത്തെ പറ്റി കേട്ടുകൊള്ളുക. അപ്പോൾ ഇവിടുത്തെ വ്യാഖ്യാനം വന്നിട്ട് ശ്രീശുകുവാച ഹേ പരീക്ഷിത്, അല്ലയോ പരീക്ഷിത്തെ, ഏവം തുഭ്യമുത്താനപദോ വംശോ വർണ്ണിത. ഇപ്പോൾ ആ ഉത്താനപാദൻ്റെ വംശത്തെ വർണ്ണിച്ചു. ഇതഹ പ്രിയവ്രത വംശം ശൃണു. ഇനി പ്രിയവ്രതൻ്റെ വംശത്തെ പറ്റി കേൾക്കുക. ഏവം തുഭ്യം ഉത്താനപദോ വംശോ വർണ്ണിത ഇതഹ പ്രിയവ്രത വംശം ശൃണു. ശ്രീശുകൻ പറയുകയാണ്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് യോ നാരദാത്മവിദ്യാം അധിഗമ്യ പുനർമഹീം ഭുക്വാ വിഭജ്യ പുത്രേഭ്യ ഐശ്വരം സമഗാൽപദം. യോ നാരദാത്മവിദ്യാം അധിഗമ്യ പുനർമഹീം ഭുക്വാ വിഭജ്യ പുത്രേഭ്യ ഐശ്വരം സമഗാൽപദം. യാതൊരാൾ ആ ശ്രീനാരദനിൽ നിന്നും ആ അധ്യാത്മവിദ്യയെ അഭ്യസിച്ച് അതിൽ പിന്നെ ആ രാജ്യത്തെ അനുഭവിച്ച് ആ പുത്രന്മാർക്കായിട്ട് ഭാഗിച്ചു കൊടുത്ത ശേഷം ആ സർവേശ്വരൻ്റെ പരമപദത്തെ പ്രാപിച്ചു.